ഹായ് ഫ്രണ്ട്സ്, ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഹോം മെയ്ഡ് സോയിൽ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. ക്ലേ ഉണ്ടാക്കാനുള്ള മണ്ണ് കിളച്ചെടുത്ത് ആ ബക്കറ്റ് നിറയെ വെള്ളം എടുത്ത് ഒരു കമ്പ് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേറൊരു ബക്കറ്റ് എടുത്തിട്ട് ഒരു നെറ്റ് വെച്ച് ആ വെള്ളം അരിച്ചെടുക്കുക. അപ്പോൾ അതിലെ കല്ലും മണ്ണൊക്കെ നമുക്ക് എടുത്ത് കളയാൻ വേണ്ടി പറ്റും. വീണ്ടും അങ്ങനെ തന്നെ അതൊന്നുകൂടി അങ്ങനെ അത് മൊത്തം 2-3 വട്ടം അരിച്ചെടുത്താൽ അതിനുള്ള വേസ്റ്റ് ആയിട്ടുള്ള കല്ലും മണ്ണും പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയി കിട്ടും. അങ്ങനെ വേറൊരു ബക്കറ്റ് എടുത്ത് അതിലേക്ക് തോർത്ത് വെച്ചിട്ട് ചെറിയ കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തോർത്ത് വെച്ച് അരിച്ചെടുക്കുക. 3-4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബക്കറ്റിൽ തോർത്ത് വെച്ച് ഇങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലേ നമുക്ക് കിട്ടും. ഇനി ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് ഒരു ബക്കറ്റിലേക്ക് ആക്കിയിട്ട് അതൊന്ന് മൂടി വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് നമുക്ക് കിട്ടും. നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായി. അങ്ങനെ അതൊരു മഗ് വെച്ചിട്ട് നന്നായിട്ട് കോരി കളയുക. അതിനകത്തുള്ള പരമാവധി വെള്ളം നമുക്ക് പറ്റുന്നത്രയും കോരി കളഞ്ഞിട്ട് മഗ് വെച്ച് കളയാൻ പറ്റുന്നത്രയും വെള്ളം മഗ് വെച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് പയ്യെ വെള്ളം എടുത്ത് അങ്ങനെ കളയുക. അങ്ങനെ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം നല്ലൊരു ബക്കറ്റ് എടുത്ത് അതിലേക്ക് ഒരു തോർത്ത് 2ആയിട്ട് മടക്കി അങ്ങനെ എടുത്ത് അത് നന്നായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയ ആ ക്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കും ബാക്കിയും കൂടി അതിനുള്ള വെള്ളം കൂടി ആ ബക്കറ്റിലേക്ക് വീഴും. അതിനുശേഷം നല്ല വെയിലുള്ളൊരു സ്ഥലമാണെങ്കിൽ അവിടെ നന്നായിട്ട് ഈ തോർത്തങ്ങ് വിരിച്ച് അതിലേക്ക് ഈ ക്ലേ നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുക. ഒരേ അളവിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഒരേ സമയത്ത് തന്നെ ഉണങ്ങിക്കിട്ടും. അത് ഉണങ്ങിക്കിട്ടി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം അത് ഉണങ്ങിയിട്ടുണ്ടോയെന്ന്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ക്ലേ നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നല്ലൊരു സോഫ്റ്റ് ക്ലേ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒരു കവറിലിട്ടിട്ട് നന്നായിട്ട് അതിനകത്ത് സൂക്ഷിച്ച് വെക്കണം. അങ്ങനെയാണെങ്കിൽ അത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.